എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കാൻ പോകുകയാണ്. അതുപോലെ തന്നെ ഈ മാതാപിതാക്കളുടെ സന്താനങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നതിലും ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്നത് നേരിട്ട് കണ്ട് സന്തോഷിക്കുവാനും ഈ മാതാപിതാക്കൾക്ക് സാധിക്കും. നമുക്ക് ഏതൊക്കെ നക്ഷത്ര ജാതകരാണെന്നും അവരുടെ സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഇനിയുള്ള ദിവസങ്ങൾ ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് മോശം സാഹചര്യങ്ങളുമുണ്ട്, അതുകൂടെ പങ്കുവെക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കും മുൻപ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഇനിയുള്ള പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ചും കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ചും ഒന്ന് പറയേണ്ടതുണ്ട്. മേടക്കൂറിൽ പിറന്ന ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രത്തിൽ പിറന്നവരുടെ സന്താനങ്ങൾക്ക് വളരെ വലിയൊരു ഭാഗ്യം, അതായത് രാഹുവിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം തുണയാകുന്നതുകൊണ്ട് ഇവരുടെ സന്താനങ്ങൾക്ക് ഒരു പുതിയ തൊഴിൽ ലഭിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും തുടക്കം കുറിക്കാൻ പോകുകയാണ്. വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് തൊഴിലിനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനി അങ്ങോട്ട് ഏത് നിമിഷവും നല്ലൊരു തൊഴിൽ പ്രതീക്ഷിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ഒരുപാട് യാത്രകളൊക്കെ വേണ്ടിവരും. അതിൻ്റേതായ ചില ശാരീരിക ബുദ്ധിമുട്ടുകളും വരും ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഭരണി കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന മാതാപിതാക്കൾക്ക് സന്താനങ്ങളിൽ നിന്ന് സ്നേഹവും വാത്സല്യവും കൂടുതലായിട്ട് അനുഭവിക്കാനും ഈ സമയത്ത് സാധിക്കും. ഇവരുടെ ശത്രുക്കളുടെ ശക്തി കുറയുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നിന്ന് ഒഴിവാകും. സഹോദരങ്ങൾക്കും നല്ല കാലമാണ്. അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടങ്ങൾ തട്ടാതെ ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളും നീങ്ങിത്തുടങ്ങും. നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ചില സമയത്ത് വാക്കുദോഷത്താൽ കലഹങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ഇത് പറഞ്ഞു തീർക്കുകയും ചെയ്യും. നല്ല നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. മാതാപിതാക്കൾക്ക് വിദ്യാർത്ഥികളെ വിദേശ പഠനത്തിന് അയക്കാനായിട്ട് ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കും. ദാമ്പത്യ കലഹങ്ങളും കുറഞ്ഞു തുടങ്ങും. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. വ്യവഹാരങ്ങൾ വിജയത്തിലേക്കെത്തും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. രോഗശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്ര പുഷ്പാഞ്ജലി, കദളിപ്പഴ നിവേദ്യം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കാർത്തിക 2, 3, 4 പാദം, മകയിരം 1, 2 പാദം ഇടവക്കൂറിൽ പിറന്ന ഈ 2 നക്ഷത്രക്കാർക്കും 12-ൽ ആദിത്യനങ്ങനെ നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ വാരിക്കോരിച്ചെരിയുന്ന സമയമാണ്. മാതാപിതാക്കൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം മക്കൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. സന്താനങ്ങൾ വാക്കുദോഷങ്ങൾ കൊണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഒടിവ്, ചതവ് എന്നിവ മൂലം ചികിത്സയിൽ കഴിയുന്ന ഈ വ്യക്തികൾക്ക് ആരോഗ്യം തിരികെ ലഭിച്ചു തുടങ്ങുന്ന ദിവസങ്ങൾ കൂടിയാണ് വരുന്നത്. മൂത്രാശയബന്ധിയായ രോഗങ്ങളിൽ നിന്ന് ഒരു മോചനം പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കുകയും ചെയ്യും. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാനും ഇടയുണ്ട്. ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ്. ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് ആദരവും ലഭിക്കും. തൊഴിൽബന്ധിയായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടത്താൻ സാധിക്കും. പുനർവിവാഹം വേണ്ടവർക്ക്
ആലോചനകൾ തുടങ്ങാനും നല്ല സമയമാണ്. ചിലവുകളൊക്കെ ഇവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചായിരിക്കും. വിദ്യാഭ്യാസത്തിനുള്ള വായ്പാ ക്ലേശങ്ങൾ മാറിക്കിട്ടും. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം. ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും നല്ല സമയമാണ്. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരമന്ത്ര സുന്ദരി പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകർ 1, 2, 3 പാദത്തിൽ ജനിച്ചവർക്ക് ലഗ്നത്തിൽ കുജൻ അങ്ങനെ നിന്നുകൊണ്ട് അനുഗ്രഹം വാരിച്ചോരി കൊരിയുന്നതിനാൽ ചിലവുകളൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ടു പോകും. പലവിധ ഐശ്വര്യങ്ങളും സന്താനങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നു. സ്ഥാനമാനങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാലമാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. അഗ്നി മൂലമുള്ള അപകടങ്ങൾ വിട്ടൊഴിയുകയും ചെയ്യും. കാര്യസാധ്യങ്ങളും നീങ്ങിത്തുടങ്ങും. അതുപോലെ ശരീരക്ഷീണം ഇനി അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കണം. സ്ഥിരം ജോലിയുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറിത്തുടങ്ങും. പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും. ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. പിതൃജനങ്ങൾക്ക് ഉള്ള അരിഷ്ടതകൾ മാറിവരും. വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാനും പുതിയൊരു വാഹനം വാങ്ങാനും നല്ല സമയമാണ്. വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. എല്ലാ രംഗങ്ങളിലും വിജയം വരിക്കും. പ്രാർത്ഥനകൾക്ക് ഫലം കാണും. സുഖശയന ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. സാമ്പത്തിക രംഗം മെച്ചപ്പെടും. വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തിയും കുറയും. സഹായികളുമായിട്ടുള്ള കലഹങ്ങൾ മാറിത്തുടങ്ങും. ചിലവുകൾ കൂടുതലാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സന്താനങ്ങളെ കൊണ്ട് സമാധാനം ലഭിക്കും. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ആജ്ഞാശക്തി കൊണ്ട് പല കാര്യങ്ങളും നിർവഹിക്കാനും സാധിക്കും. സുഗന്ധദ്രവ്യങ്ങൾ ലഭ്യമാകും. കാൽമുട്ട് വേദന, നടുവേദന, കൊളസ്ട്രോൾ, അൾസർ തുടങ്ങിയ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നൊരു ശമനം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ബന്ധങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും വളരെ പ്രശ്നങ്ങൾ കൂടുതലാകാതെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടതായിട്ട് വരും. വ്യവഹാരങ്ങളിൽ വിജയം വരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പറ്റിയ സമയമാണ്. പക്ഷികളുടെ ഉപദ്രവം ഏൽക്കാൻ ഇടയുണ്ട്. അധ്യാപകർ അപമാനം കേൾക്കേണ്ടതായിട്ട് വരും. ഈ സാഹചര്യം അതിജീവിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവർ ദോഷശാന്തിക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ 2 നക്ഷത്രത്തിൽ ജനിച്ച മാതാപിതാക്കളും സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. സന്താനങ്ങളുടെ പുരോഗതി കണ്ട് അങ്ങനെ നിൽക്കാനായിട്ട് ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ, സന്താനങ്ങളോടൊപ്പം സന്തോഷം പങ്കിടാനുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും പിന്നീട് ശാന്തനാകും. പൊതുവെ സുഖ അനുഭവങ്ങളും ഉണ്ടാകും. കർമ്മമണ്ഡലം മെച്ചപ്പെടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തുന്നത് നല്ലതാണ്. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ്. വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. പല ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ചു തുടങ്ങും.
പുതിയ തൊഴിലിനായിട്ട് ശ്രമിക്കുന്നവർ ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവരും അതുപോലെ കമിതാക്കളും നല്ല വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ദിവസങ്ങളാണ്. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ദോഷശാന്തിക്കായിട്ട് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക.